ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുള്ളാനഗിരിയിലാണ്. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പെരിപ്പോയി, ഒന്നാമത്തെ അല്ലേ. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ മുകളിലാണ് നിൽക്കുന്നത്. ഏകദേശം 6300 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു മുള്ളാനഗിരി എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പോകുന്ന വഴിയുടെ അവിടെ ആയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ കാണുന്ന വഴി മൊത്തം നമുക്ക് കയറി മുകളിലോട്ട് പോകാനുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്, കാരണം നമുക്ക് മുകളിലോട്ട് ചെല്ലാൻ നേരത്ത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അവിടെ ഒരു പ്രത്യേകതര സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ കൂടെ റൌഫും കൂടെ ഉണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട്? ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, ആ സ്ഥലത്ത് എത്തിയ ശേഷമാണ് ഇവന് മനസ്സിലായത് ഇത് ഏതാണ് സ്ഥലം എന്ന്. അതൊരു പിടിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് കയറ്റിക്കൊണ്ട് വന്നതാണ്. പാവം ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അതിമനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോടമഞ്ഞൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കോടമഞ്ഞ് കയറാണ്ടിരുന്നാലാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ വന്നത് മോശമായിരിക്കും. നമുക്ക് അങ്ങ് ദൂരെ കണ്ടില്ല, ഈ ഒരു വഴിയാണ് നമുക്ക് കയറി മുകളിലോട്ട് ചെല്ലാനുള്ളത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മലനിരകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ല, അവിടെ ഒരു വണ്ടി ഇറങ്ങി വരുന്നത്, ആ ഒരു റോഡിൻ്റെ ഭാഗങ്ങൾ കാണാം. പക്ഷെ എന്നാലും ഈ ഭാഗത്ത് കോടയൊക്കെ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്നും ഞാൻ ഏകദേശം സീ ലെവൽ ആ ഒരു ഭാഗത്തിൽ നിന്നാണ് കയറി വന്നത്. അതായത് ചാർമാടി ചുരം, അങ്ങനെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു ചുരഭാഗങ്ങളൊക്കെ കയറി മൊത്തം കയറ്റായിരുന്നു. ഇപ്പോൾ 6300 ഫീറ്റ് ഉയരത്തിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ഏകദേശം കയറി വന്നാലും കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് ചെല്ലാം. ഇവിടെ കാണുന്നില്ല, ഇതേക്കൂട്ടുള്ള ജീപ്പ് സർവീസ് താഴെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മുമ്പ് ഇവിടെ റോഡ് അത്രയ്ക്കും പോരായിരുന്നു. അപ്പം എല്ലാവരും അവിടെ താഴെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ജീപ്പിലൂടെ ആയിരുന്നു മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പം കാറൊക്കെ പോകാം, പക്ഷേ വലിയ വണ്ടികൾക്ക് കയറി പോകാൻ പറ്റില്ല. അത്രയ്ക്കും ടഫായിട്ടുള്ള ഹെയർപിൻ റോഡാണ് അവിടെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വലിയ ട്രാവൽസൊക്കെ വരുന്നിടത്ത്, ബസ്സൊക്കെ വരുന്നിടത്ത് താഴെ നിർത്തിയിട്ട് വേണം വരാൻ. നമ്മൾ കയറി വന്ന വഴിയാണ് താഴെ കാണുന്നത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകൾ കണ്ടോടെ നമ്മളിങ്ങനെ പോകുന്നു. ഇവിടെ കാറുകാരൻ ഇരുന്ന് തകർപ്പൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റാണ്, വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. 20-25 കിലോമീറ്റർ മാക്സിമം സ്പീഡ് നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. ഈ ഒരു അതിമനോഹരമായ മലനിരകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം. കുറച്ച് വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നല്ല കയറ്റാണ്. സക്സസ്ഫുള്ളി ഞാനിവിടെ നിർത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാൽ ഒരു കാഴ്ചയുണ്ട്. നോ പാർക്കിംഗ് ഇവിടെ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. കണ്ടില്ല, ഇമാതിരി കയറ്റാണ്. ഈ ക്യാമറയിലൂടെ എത്രത്തോളം അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല കയറ്റാണ്. ഇവിടെ നിന്ന് ആ ഒരു മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്കൈ റൂഫിൽ നിന്ന് പോകുന്നത് സേഫ് ആണോ, അതോ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്കൈ റൂഫ് ശരിക്കും എന്തിനാണോ ഉള്ളത്? സൺറൂഫാണോ സ്കൈ റൂഫാണോ ശരിക്കും? എന്തെങ്കിലും അറിയുന്ന ഒരു കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കിപ്പോൾ ഒറ്റൊരു പ്രാർത്ഥനയുള്ളൂ, കോടമഞ്ഞ് വന്ന് മൂടല്ലേ എന്നാ. അയ്യോ, കയറി വന്ന വഴി കണ്ടില്ലേ, കൊക്കയാണ് കൊക്ക. വീണ പിന്നെ തീർന്നെന്ന് വിചാരിച്ചാൽ മതി, ഒന്നും നോക്കണ്ട. നമുക്ക് അങ്ങ് ദൂരെ ഒരുപാട് ആൾക്കാർ അങ്ങ് ആ ഒരു പീക്കിൽ വന്ന് നമുക്ക് നിൽക്കുന്നത് കാണാം. അങ്ങ് ദൂരെ ആ ഒരു മലനിരകളിൽ റോഡൊക്കെ ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഈ കാണുന്ന വഴി കുറച്ച് മോശമായിട്ടുണ്ടല്ലോ. ഈ മഴക്കാലത്ത് ചിലപ്പം പൊളിഞ്ഞു പോയതാന്ന് തോന്നുന്നു. എന്നാലും ഈ കാണുന്ന മലനിരകൾ മുകളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 6300 ഫീറ്റ് ഉയരത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു മലയുടെ മുകളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെ ഒരുപാട് സീക്രട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു.
കയറി വന്ന വഴിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇങ്ങനെ കാണിക്കാനാണ്, മൊത്തം കുട കയറി കിടക്കുവാണല്ലോ. ഞാൻ അവിടെ നിന്ന് സൈഡ് നിർത്തട്ടെ, സ്പേസ് ഇല്ല ഇവിടെ. എന്നാലും ഞാൻ ഒരു വഴി കാണിച്ചു തരാം. അമ്മേ പൊളി, കൊള്ളാം. കോട ഇങ്ങനെ കയറി വരും. ഈ വഴി കണ്ടില്ലേ, ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞ് അങ്ങനെ ഒരുപാട് ഈ എന്താ പറയുക, നമുക്ക് അങ്ങ് ഭാഗത്ത് എന്നാൽ ചിക്മംഗ്ലൂർ ആ ഒരു നഗരഭാഗത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ മലനിരകൾ അപ്പുറമായിട്ട് വരും. അപ്പം അവിടെ ഒരു ട്രക്ക് പോയിന്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങ് വണ്ടി നിർത്തിയിട്ട് നടന്നു പോയി ആ ഒരു പീക്കിൽ നിന്ന് ഒരുപാട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതൊന്നും അവിടെ കാണാം നമുക്ക്. നല്ല അടിപൊളി റോഡ്. കേറിക്കോ, എങ്ങനെ തണുപ്പ് എങ്ങനെയുണ്ട്? നല്ലുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലനിരകൾ മൊത്തം പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇവിടെ കയറി ഫോട്ടോസൊക്കെ എടുക്കുവാണെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ പാറയാണ്, തെന്നി വീണാൽ പിന്നെ സീനാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ മഞ്ഞാണ് പ്രശ്നം. കാരണം നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. മഞ്ഞ് ആസ്വദിക്കാൻ പറ്റും ഒരു ഇതിൽ നിന്നും, പക്ഷേ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മലനിരകളുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊന്നും മാഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു കോടമഞ്ഞ് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, പക്ഷെ അതേപോലെ തന്നെ കയറിയും വരുന്നുണ്ട്. ഏകദേശം ആ ഒരു പാർക്കിങ്ങിൻ്റെ ആ ഒരു സ്ഥലം എത്തി. ആൾക്കാർ കുറച്ച് കുറവാണ്, വീക്ക് ഡേയ്സ് അല്ലേ, അതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് തിരക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് താഴെ പോയിട്ട് പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കാലാവസ്ഥ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു മലനിരകളുടെ വീട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്ന പാർക്കിംഗ് സ്പേസിൽ നമ്മൾ പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. പോകണം, കൂടെ വേണമെങ്കിൽ എടുക്കാം, മഴ വന്നെങ്കിൽ പോവാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് മുകളിലോട്ട് കയറി പോകാനുണ്ട്. ഇവിടെ ഒരുപാട് കടകൾ ഇന്ന് ക്ലോസ്ഡ് ആണ്. നമുക്ക് കാണാം 1-2 കടകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓട്ടോറിക്ഷ ഒക്കെ മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാണുന്ന വഴി നമ്മൾ മുകളിലോട്ട്, അയ്യോ അതെ വീണ്ടും കോട കയറി വന്നു. എന്താണ്, ഒന്ന് തെളിഞ്ഞു വന്നത്, അന്തേരും പോയി. നല്ല രീതിയിൽ കാറ്റടിച്ച് വരുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഒരുപാട് ആൾക്കാർ മുകളിലോട്ട് കയറി പോകുന്ന കാണാം. നമുക്ക് വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും ഈ ഭാഗത്ത്. കാറും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ശശിയായി പോടാ, സ്പേസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിട്ടേൺ പോകേണ്ടി വരും. അത്യാവശ്യം നല്ല മലനിരകളാണ്. നമ്മൾ കുറച്ച് കയറാനുണ്ട്. നമ്മൾ വെള്ളം കാര്യങ്ങളൊന്നും എടുത്തില്ല. വഴിയും വരും. അത്യാവശ്യം നല്ല മലനിരകളാണ്. നമ്മൾ കുറച്ച് കയറാനുണ്ട്. നമ്മൾ വെള്ളം കാര്യങ്ങളൊന്നും എടുത്തില്ല. നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന വഴി കയറി വന്നുകൊണ്ട് ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നതാണ്. ആ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന് കാണാം. അതിൽ പെട്ടെന്നൊന്ന് തെളിഞ്ഞു വരും, പെട്ടെന്ന് പിന്നെ വീണ്ടും കയറിയ ഒരുപാട് ആൾക്കാർ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കയറി പോകുന്ന കാണാം. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. കോടമഞ്ഞ് ഹൂയി എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. തെളിഞ്ഞു വന്നല്ലോ. തെളിഞ്ഞു വന്നു. പൊളി. ഏകദേശം നമുക്ക് ആ ഭാഗം കാണാം. അയ്യോ, ഇവിടെ നമുക്ക് തിന്ന ഒരു കൊക്കയാണ്. ദൈവമേ, ഒന്ന് കാൽ തട്ടിയ താഴോട്ട്. അയ്യോ എടാ, ചാടുന്നുണ്ടോ? ഈ കൊട വിടർത്തിയാൽ മതി, നമുക്ക്
തൂങ്ങിപ്പോവാം, പെട്ടെന്ന് താഴോട്ടെത്താം. ഹായ്, അടിപൊളി ഫ്രെയിം. നമുക്ക് തെളിഞ്ഞു വന്ന് നമുക്ക് അങ്ങ് ദൂരെ ചിക്ക്മംഗ്ലൂരുടെ ആ നഗരഭാഗങ്ങൾ കണ്ടു തുടങ്ങി. പൊള്ളി. ഈ ഒരു ഫ്രെയിം നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. എന്താ ഭാഗ്യത്തിന് കിട്ടി, തെളിഞ്ഞു വന്നു. അടിപൊളി ലാൻഡ്സ്കേപ്പാണ്, വേറെ ഒന്നും പറയാനില്ല. ഈ സ്ഥലം നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഈ ഒരു വിഷ്വൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്ക ഭാഗത്ത് അതൊരു വലിയൊരു സംഭവമായിരിക്കും. കാരണം നിങ്ങൾ കർണാടക ട്രിപ്പ് പ്ലാൻ ചെയ്യരുത്. മുള്ളാനഗിരി എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് മെയിനായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് വേറെ കുറച്ച് സീക്രട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സ്ഥലം എങ്ങനെ ഇഷ്ടപ്പെടാ? ഇവരാദ്യമായിട്ടാ ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എത്ര പ്രാവശ്യം വന്നെങ്കിലും നമുക്ക് ആ ഒരു കൊതി വിട്ടു പോകത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ കയറി വരാൻ നേരത്ത് ഞാൻ വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാറില്ല, എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. മാത്രമല്ല എന്താ പറയുക, ഓരോരോ സ്ഥലം ഞങ്ങൾ ഹണ്ട് ചെയ്യുന്നത്, അതായത് ലൊക്കേഷൻ ഹണ്ടർ ബീച്ച് എന്നാണല്ലോ യൂട്യൂബ് ചാനൽ പേര്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അതിൻ്റെ ചരിത്രം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശമാക്കാറില്ല. മാത്രമല്ല ഞാൻ താമസിക്കുന്ന കർണാടകയിൽ എന്ന സ്ഥലത്തിലും കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഭാഷയുണ്ട്. ഈ ഒരു ദക്ഷിണ കന്നഡ, ഈ മംഗളാര ഒരു ഭാഗത്ത് വെച്ചാൽ തുളു, കന്നഡ, മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷ, തമിഴ്, അങ്ങനെ ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഭാഷ നടക്കാണ് ഈ ഒരു മലയാളം ഭാഷ ഉള്ളത്. മലയാളം അത്യാവശ്യം ഒരു കേരളം തന്നെ, കൊച്ചു കേരളം തന്നെയാണ്. പക്ഷേ കുറച്ച് പ്രൊണൗൺസിയേഷനിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ അടിയിൽ മോശമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തോളൂ. പക്ഷേ ഈ ഒരു സംഭവം കൂടെ ഉണ്ട്, നമ്മൾ കിതച്ചിട്ടായിരിക്കും മുകളിലോട്ടൊക്കെ ഒരു മലനിരകൾ മുകളിൽ കയറി വരുന്നത്. കാരണം ക്യാമറ കണ്ണിലൂടെ ആ ഒരു മലനിരകളുടെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്കും കിതയ്ക്കും നമ്മൾ. അങ്ങനെ ഓരോരോ വേർഡ്സ് നമുക്ക് സ്ലിപ്പായി പോകാറുണ്ട്. എന്തൊക്കെ പറയേണ്ടതെന്ന് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വാക്കുകളും കിട്ടാണ്ട് വരും, കാരണം ഈ ഒരു കിതയ്ക്കുന്നുണ്ടൊക്കെ. അതുകൊണ്ടാണ് ക്ഷമിക്കണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ സെക്കൻഡ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാക്സിമം നിങ്ങൾ ഇൻഫോർമേറ്റീവ് ഇല്ലെങ്കിൽ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത വീട്ടിലോട്ട് ചാടുക. അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ മൂമെൻറ്റ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഈ അതിമനോഹരമായ കൊക്കയിൽ നിന്ന് വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കമാൺ. വളരെ ഡേഞ്ചറാണ്. കാരണം ഈ ഒരു പാറ ഇങ്ങനെ നിൽക്കുന്ന കോടമഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുമ്പം ഈ ഒരു ഭാഗത്ത് ഇത്രയും ഗർത്തമുണ്ട്, ഇത്ര കുഴിയുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഈ ഭാഗമൊക്കെ ഇടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്ക് റെയിൻ കോട്ടൊക്കെ വീണ് കിടക്കുന്നത് കാണാം, പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുമ്പം നിന്ന് നിൽപ്പിനെയാണ് കോടയൊക്കെ കയറി വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ കയറി ഇങ്ങനെ പോവുകയാണ്. ഡേഞ്ചറാണ്. ആ സ്റ്റെപ്പുള്ള ഭാഗത്തിലൂടെ മാത്രം നമ്മൾ കയറാൻ ക്ഷമിക്കുക. ഈ ഡേഞ്ചർ എന്ന് പറയുമ്പോൾ സ്ലിപ്പറിയാണ്, കണ്ടില്ലേ? ഇതേക്കൂട്ടുള്ള കരളാണ് കിടക്കുന്നത്, അതുകൊണ്ട് സ്ലിപ്പറിയാണ്, സൂക്ഷിക്കണം. ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾ വരുവാണെങ്കിലും ഈ സ്റ്റെപ്പ് കയറാൻ നേരത്ത് റൈറ്റ് സൈഡിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ കയറാൻ നേരത്ത് ഈ റൈറ്റ് സൈക്കിളിൽ പോകും, റൈറ്റ് സൈഡിലൂടെ പോവുക. കാരണം ഇറങ്ങി വരാൻ നേരത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല, തെന്നി അടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാതൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കുന്നത് ഏത് ഭാഗത്തിലൂടെ കയറാൻ പറ്റുമെന്നാണ്. ഇവിടെ നമുക്ക് പശുക്കളുടെ ആ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നല്ല ബാലൻസ് ആണല്ലോ. മൃഗങ്ങളൊക്കെ നമുക്കാണ് കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും നമ്മൾ സേഫായിട്ട് കയറി കൊണ്ടിരിക്കുവാണ്. സൂക്ഷിച്ച് വന്നാൽ മതി കേട്ടോ, സൂക്ഷിച്ചാൽ മതി, ഒരു തിരക്കുമില്ല, പയ്യെ കയറിയാൽ മതി. ഇവിടെയൊക്കെ കണ്ടില്ല, പശുക്കളുടെ കാല് പോലും സ്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യുനിക്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. എവിടെ പോയി? ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നല്ലോ. ഈ പാറയിലെടുത്താൽ ഞാൻ പഴയൊരു ഫോട്ടോ ഉണ്ട്, അത് അടിപൊളിയായിട്ട് വന്നു. കണ്ടില്ലേ? ഈ അതിമനോഹരമായ സ്ഥലത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ താഴോട്ട്. അത്യാവശ്യം ഡേഞ്ചറാണ്, എന്നാലും സാരമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ബിയർ കുപ്പിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? പ്ലാസ്റ്റിക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, അതൊരു സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, എന്നാലും അത്രയ്ക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം മുകളിൽ ഒരു അമ്പലമുണ്ട്, അപ്പം അവരൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. എടാ, വഴി തെറ്റിപ്പോയോ?
ബാബാ. ഞാനേ ഒരു 5 വർഷം മുമ്പ് ഈ ഒരു ഭാഗത്ത് വന്നായിരുന്നു. അപ്പോൾ ക്യാമറമാൻ അവിടെയും ഞാൻ ഈ കാണുന്ന പാറയില്ലേ ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോയി, എന്താ പറയുക, ഒരു കൈ ഇങ്ങനെ വിടുത്തിട്ട് ഒരു പോസില്ലേ ഷാറുഖ് ഖാൻ്റെ കുട്ടൊക്കെ, അത് ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. ഈ ഒരു ഭാഗത്ത് ആ ഒരു പാറക്കല്ലുണ്ടല്ലേ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഒരു 2 തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ പാറക്കല്ല് നിൽക്കുന്നത്, നല്ലൊരു ഫ്രെയിമായിരുന്നു. കയറി ഞാൻ പോയിടാ, കയറിപ്പോൾ അറ്റം വരെ പോയി, ഇങ്ങനെ കൈയൊക്കെ വിടുത്തി അടിപൊളി സ്ലോ മോഷനൊക്കെ ആയിരുന്നു. പക്ഷെ തിരിച്ചെനിക്ക് വരാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോയി. എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ തിരിയാൻ പറ്റത്തില്ല, കാരണം താഴോട്ട് നല്ല കുഴിയാണ്. ആ കുഴി എൻ്റെ കണ്ണിൽ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. ഒന്ന് കാട് തെറ്റിയ താഴോട്ടല്ലേ, കണ്ടില്ലേ എന്ത് വലിയ കുഴിയാണെന്ന്. കുടുങ്ങി പോയിടാം. പിന്നെ ഞാൻ എന്താ പറയാ, ഈ കൊച്ചുങ്ങളൊക്കെ നടക്കൂലേ മുട്ടുകാലില്, അതൊക്കെ റിവേഴ്സ് നടന്നാണ് ഇവിടം വരെ എത്തിയത്. ഈ ഹൈഡ്രോഫോബിയ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതില്ലേ, അതെല്ലാവർക്കും ഹൈഡ്രോഫോബിയ ഉള്ളവർക്ക് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും അവിടെ പോകുമ്പോൾ ആ ഫീൽ ആവും. അപ്പോൾ ഡേഞ്ചറാണ്, സൂക്ഷിക്കണം, നമ്മൾ തന്നെ സൂക്ഷിക്കണം, ആരും വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു കോട ഒന്ന് മാറി കിട്ടിയെങ്കിൽ നല്ലൊരു ഫ്രെയിമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. കുട മാറ്റി വെച്ചു, എൻ്റെ ഇത് കിട്ടും. സൂക്ഷിച്ച് നോക്കിപ്പോ. ഓയ് ആ സ്റ്റോറിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ പേടിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റക്കായി നിന്ന് അവിടേക്ക് ഞാനിപ്പോൾ പോവാണ്. എന്താ സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഈ കാണുന്ന കണ്ടില്ല സ്ലിപ്പറിയാണ് അത്യാവശ്യം. ഇത് ഇവിടെ വെച്ചേക്കാം. ഇങ്ങനെ കയറി നമുക്ക് അത്രയും ക്യാമറയിലൂടെ അത്രയും ഡീപ്പ് അതിനെ മനസ്സിലാവില്ല. ഇങ്ങനെ കയറി എവിടെ പോയി ഇങ്ങനെ വന്ന് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും സാരില്ല, ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞാൻ കൈ വിടർത്തി ഇങ്ങനെ നിന്നു. തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ സ്റ്റക്കായി പോയിട്ടാ, സ്റ്റക്കായിടാ. കണ്ടില്ലേ താഴോട്ടെ അത്യാവശ്യം നല്ല ഡീപ്പാണ്. കോടമഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് വലിയ സീനില്ലാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ വരാൻ പറ്റുള്ളൂ. സംഭവം എന്താ പറയുക, അവിടെ നിന്ന് പറയാൻ നേരത്തെ എളുപ്പമാണ്, ഇവിടെ വരുമ്പോഴാണ് എൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. ആ കാറ്റടിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്കിവിടെ സുഖമായിട്ടിരിക്കാം. കണ്ടില്ലേ, ഒരു ചായ കുടിക്കാം. നമുക്ക് ഒരുപാട് ആൾക്കാർ മുകളിലോട്ട് കയറി വരുന്ന കാണാം. മഞ്ഞ് കാരണം മൊത്തം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഈ ഭാഗത്തുള്ള മഞ്ഞൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. ഒരു രക്ഷയില്ല, ഇതെപ്പോൾ മാറൂടാ. എന്താന്ന് നിൽക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടും നിൽക്കില്ല. അതായിരിക്കും അവസാനത്തെ നിൽക്കല്. അതന്നെ നല്ല അടിപൊളി ഫ്രെയിമാടാ. കുറച്ച് വൈഡായിട്ട് ബാക്കിൽ പോകുമ്പോഴാണ് എൻ്റെ ഒരു ഇത് ഫീൽ ആവുള്ളൂ. ഞാൻ ബാക്ക് പോവാണേ. കണ്ടില്ലേ അടിപൊളി ഫ്രെയിമാ ഇങ്ങനെ നിൽക്കുമ്പോൾ. കുറേ നേരമായിട്ട് ഈ സ്ഥലത്തിൽ മഞ്ഞ് മാറി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. ഇതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. പക്ഷേ ഇത് മാറി കിട്ടാൻ എങ്ങനെ പോകുന്നത്, കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ക്യാമറയുടെ പകർത്തിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ അത് വേസ്റ്റാണ്. ഇതൊക്കെ കണ്ട ശേഷമാണ് മുകളിലോട്ട് പോയിട്ട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള അതിൻ്റെ ഒരു പീക്കിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല മുകളിലൊരു കേവും കൂടിയുണ്ട്, സീക്രട്ട് കേവ്, ഒരു ഗുഹ. ഇത്രയും മല മുകളിൽ ഇങ്ങനെ ഒരു കേവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. കഴിഞ്ഞ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നവർക്കൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഗുഹയുണ്ട്, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം.
പക്ഷെ ഇത് മാറുന്നില്ല. എന്താ ചെയ്യാ? എൻ്റെ സ്വരത്തിൽ പോലെ വ്യത്യാസമുണ്ടോ? എന്താ വെച്ചാലേ, നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരാൻ നിർത്തുന്നത് നമ്മുടെ ബ്രെയിനൊക്കെ ആ ഒരു ഫ്രഷ്നെസ് ആണല്ലോ, ആ ഒരു സംഭവമാണ്. എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. ഇത് മാറും തോന്നുന്നില്ല. നമുക്ക് മുകളിലോട്ട് കയറി പോയാലോടാ. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം. തന്നെ ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് കയറാകുമ്പോൾ വലിയ സീനില്ല, വില കയറി പോകാമല്ലോ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. കുറച്ച് മുകളിലോട്ട് വന്നപ്പം നേരത്തെ ഞാൻ നിന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ആ പാറയില്ലേ, അവിടെ കുറച്ചൊക്കെ സംഭവം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ നിൽക്കുന്നു. ഈ കാണുന്ന സൈഡിലൂടെ ഞാനിപ്പോൾ നടക്കുന്നത്. ഡേഞ്ചറാണ്. ഒന്ന് താഴോട്ട് പോയ കൊക്ക കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഓരോരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചാണ് നടക്കുന്നത്. ഒന്ന് താഴോട്ട് പോയ കൊക്ക കണ്ടില്ലേ? ഇത്രയ്ക്കും ഡേഞ്ചറാണ് ഇവിടുത്തെ ഈ ഒരു വഴി നമുക്ക് കിടക്കുന്നത്. എടാ സൂക്ഷിച്ചൊക്കെ വരണേ. വലിയൊരു കൊക്കയാണ്. അയ്യോ എടാ, ഒന്നൊന്നര കൊക്ക. നിന്റെ മനസ്സ് മൈൻഡ് വോയിസ് ഞാൻ വായിക്കട്ടെ. നിനക്ക് ഭ്രാന്താണോ പന്നി? ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് കൊല്ലാൻ വന്നേക്കുന്നാണോ? കാറ്റടിക്കാൻ നേരത്ത് ചെറുതായിട്ടൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷ. ഇപ്പം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നു. എന്തായാലും നമുക്ക് താഴോട്ടുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. ഓ, ഏകദേശം തെളിഞ്ഞു വന്നു. പൊളി വേറെ ലെവലിലടാ. തെളിഞ്ഞു വന്നടാ. കുറച്ചെങ്കിലും കിട്ടിയല്ലോ. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ എവിടെ നിന്നാ എന്താ സ്ഥലം എല്ലാം തെളിഞ്ഞു വന്നു. ഞങ്ങൾ താഴെ തന്നെ നിന്നാ മതി. വീണ്ടും കൂടി. അയ്യോ, കഷ്ടം. എന്താണ് ഒന്നും കുറിച്ച് ഈ സ്ഥലം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ. കണ്ടില്ലേ? ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ മഞ്ഞൾ മൂടി കിടക്കുന്നുണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. എന്തായാലും ആ ഒരു ഫ്രെയിം കിട്ടിയല്ലോടാ. ബാക്കിയും ഈ സ്ഥലം നമുക്ക് മുകളിലോട്ട് കയറാം. എടാ സൂക്ഷിച്ച് കയറിയാൽ മതി. സ്ലിപ്പറിയാണ്. നീ വീഴുവാണെങ്കിൽ എൻ്റെ കാല് പിടിക്കല്ലേ. രക്ഷിക്കാൻ നോക്കുമ്പോ കൊല്ലാൻ നോക്കുന്നടാ. നിന്റെ തലയിലെന്താടാ? എന്തോ കോല. കോല് എടാ, വേറെ വഴിയില്ലല്ലോ. ഇതെങ്ങനെ കയറും? കുടുങ്ങി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ലെഫ്റ്റും റൈറ്റും കൊക്ക. മുകളിലോട്ട് കയറാനും വയ്യ. താഴോട്ട് പോയി ഉരുണ്ട് താഴോട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ? What to do? കുടുങ്ങി ഗായ്സ്, കുടുങ്ങി. എടാ ഇതെങ്ങനെ കയറി പിടിച്ച്? അവിടെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, കുറച്ച് പേര്. അവർ നമ്മളെ കണ്ട് പേടിക്കുന്നു. ഇത് എന്ത് ജീവിയാ മുകളിൽ നിന്ന് കയറി വരുന്നതെന്ന്. നീ ആദ്യം കയറിക്കോ. നീ ആദ്യം രക്ഷപ്പെടും. ഇപ്പോഴുണ്ടല്ലോ ചിക്മംഗ്ലൂർ ട്രിപ്പേ ഒരു ചെരുപ്പില്ലാണ്ടായനെ. ഞാൻ അങ്ങോട്ട് എറിയാം, പക്ഷേ അവിടെ കൊക്കയാണ് എന്താന്ന് മനസ്സിലാവില്ലല്ലോ. എടാ എറിയുമ്പോ കാറ്റത്ത് അങ്ങോട്ട് പറന്നു പോയാലോ? എറിയാ അവിടെ. എടാ റൈറ്റ് സൈഡ് കൊക്കയാണോ? നോക്കിക്കേ, കൊക്കയാണോ? പിന്നെ എങ്ങനെ ഞാൻ തരും? ഇങ്ങോട്ട് എറിയട്ടെ? മെല്ലെ എറിയാം. എടാ ഇവിടെ എറിഞ്ഞാലേ നിനക്ക് അവിടെ കിട്ടുള്ളൂ, കാറ്റല്ലേ. ദേ മെല്ലെ ഇടുവാണേ. പിടിച്ചോ. കിട്ടിയല്ലേ? അതൊക്കെ ഈ കൊട ഇടവാണേ. അവിടെ പാറയാണോ? കൊട പൊട്ടുവോ? എടാ അങ്ങോട്ട് പറഞ്ഞുകൂടാ. ഇവിടെ പാറയാണോ? ഞാൻ മെല്ലെ ഇടട്ടെ. പോപ്പിക്കൊടയാടാ. സേഫ് അല്ലേ? അതാണ്. ഇത് എറിയുന്നില്ല. അങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ തകർപ്പുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു അമ്പലം. അപ്പോൾ ഇവിടെ നമുക്ക് നന്ദിയുടെ ഒരു പ്രധാന ഇവിടെ ഇങ്ങോട്ട് വേണം.
മഞ്ഞ് പോയാ? അതങ്ങനെയാ. ബാ, ഇവിടെ ഒരു നന്ദിയുടെ ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, കുഞ്ഞിത്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതായത് ഹയസ്റ്റ് പീക്കിലുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഈ വഴി നമുക്കിങ്ങനെ പോകണമെങ്കിൽ ഇവിടെ ഒരു കേവ് ഉണ്ട്, ദി സീക്രട്ട് കേവ്. നമുക്ക് ഈ കാണുന്ന വഴി, ഈ ഒരു അമ്പലത്തിൽ നിന്ന് റൈറ്റിൽ കാണുന്ന ഈ വഴി പോയിങ്ങനെ നമുക്ക് ചെറിയൊരു കേവ് പോലെ ഒരു സംഭവം കാണാം. നമുക്ക് മെല്ലെ മെല്ലെ നടക്കാം. ഈ ഭാഗത്ത് കാര്യമായിട്ട് കാറ്റടിക്കുന്നില്ലല്ലോ. ഈ ഭാഗത്ത് കാറ്റില്ലല്ലോടാ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ കയറി വരാൻ നേരത്ത് ഈ ഒരു അമ്പലം മോൾ ഭാഗത്തായിട്ടുള്ളൂ. ഇവിടെ താഴെ തന്നെ ഒരു കേവ് ഉണ്ട്. സൂക്ഷിച്ചേ, പാറയാണ് മൊത്തം, കണ്ടില്ലേ, ഇതാണ് ആ കേവ്. പേടിക്കണ്ട, ഓടിക്കോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു 2 കേവ് കാണാം, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് ആയിട്ടും. സംഭവം എന്ന് വെച്ചാൽ ഞാൻ നെറ്റിലൊക്കെ ഒരുപാട് ഞാൻ ബ്രൗസ് ചെയ്തപ്പം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു കേവ് മൈസൂരിലൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെന്ന്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു അർച്ചകനുണ്ട് ഈ ഒരു അമ്പലത്തിന് മുകളിൽ, പുള്ളിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു കേവ് എന്തുകൊണ്ടുണ്ടാക്കിയെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ഋഷിമുനികളൊക്കെ തപസ്സിരുന്ന സ്ഥലം എന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ, അറിയാൻ വഴി കുറച്ച് കുറവാണ്, പക്ഷേ ഇതാണ് സംഭവം ഇങ്ങനെ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനത്തെ സീക്രട്ട് പ്ലേസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നീ പോയാടാ? അപ്പം കോടമഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ പോകുന്നോറും ഇത് കൂട്ടാണ് സംഭവം ഉള്ളത്. കണ്ടില്ലേ, ഇത് കൂട്ട് ചെറിയ ചെറിയ ഒരു സ്പേസേ നമുക്ക് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഇതൊരു പാറയാണ്, കണ്ടില്ലേ, മൊത്തം ഇതൊക്കെ പാറക്കല്ലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പായലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം പോയെങ്കിൽ ഡ്രസ്സ് മൊത്തം അഴുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേവിൻ്റെ ഭാഗം ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഒരുപാട് പോകാൻ പറ്റത്തില്ല, എനിക്ക് എഴിഞ്ഞു പോകാൻ എത്ര സ്പേസ് ഉണ്ട് അത്ര ഞാൻ ഇത് പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. നിനക്കെന്ത് പേടിയൊന്നുണ്ടോ? നിനക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരാൻ പറ്റുമോ? ഇത് അമ്പലം ഇല്ല മുകളിൽ, അവിടേക്ക് കണക്ട് ചെയ്യും. മൈസൂരിലൊക്കെ കണക്ട് ചെയ്യുന്ന പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമോ ഈ ഒരു കേവ്? അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിനും വ്യക്തതയില്ല എന്താ എങ്ങനെയാണ്. ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ, ഇവിടെ ഒരു ഇതുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ. ഇവിടെ കോടയിൽ മുങ്ങി കിടക്കുവാണ്. വെള്ളമുണ്ട് ഇവിടെ. വെള്ളം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക, കണ്ടില്ലേ, ഇതും കോടയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നു. മൊത്തം കോട കയറിയിരിക്കുകയാണ്. ഈ കേവിൽ നിന്ന് ഇറങ്ങി വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു ഇവിടെ കാണാനുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആ ഒരു മലനിരകളൊക്കെ ഈ മഞ്ഞിൽ മൂടിക്കിടക്കുവാണ്. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ബാബംബുഡങ്കിരിയുടെ ഒരു ഭാഗമൊക്കെ കാണാമായിരുന്നു. അവിടെ നിൽക്കുന്ന ഒരു ടവറൊക്കെ കാണുമായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഈ ഒരു ഭാഗം കാണിച്ചു തരാം, ഇവിടെ നിന്ന് ആ ഒരു ഭാഗം കാണിച്ചു തരാം എന്നൊരു പ്ലാനോടൊക്കെയാണ് വന്നത്. പക്ഷേ ഇവിടെ മൊത്തത്തിൽ മാറി കോടയൊക്കെ കയറിയതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. കിട്ടിയാൽ കിട്ടി, ഇല്ല അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥയുള്ളത്. ഊരിയിട്ടിട്ട് വേണം പോകാൻ. ഇവിടെ മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് കയറാം. കയറി. അപ്പോൾ ഈ ഒരു പാറയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാക്കി വെച്ചത്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കാല് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തിലോട്ട് ഈ ഒരു കാണുന്ന സ്റ്റെപ്പിൽ നമ്മൾ മന്ദം കയറിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പല്ലേ കാലേ? എങ്ങനെയുണ്ട്? ഇതാണ് ആ കാണുന്ന ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു മലനിരയുടെ ആ ഒരു ഭാഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബെല്ല് വെച്ചിട്ടില്ല, അതിനെന്താടാ പറയുന്നത്, ആ ഒരു മണിയടി സംഭവമില്ലേ, അതാണ് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു ഭാഗം. 1300 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു മലനിര ഉള്ളത്, ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പം ഇവിടെ ഒരു ഗോപുരം പോലെ ഉണ്ടല്ലോ, ഇതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പക്ഷെ ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ. ചെരുപ്പ് എന്തുകൊണ്ട് ഊരാൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഈ കാണുന്നത് ശ്രീ ഗുരുമേലു ഗദ്രികെ മുല്ലപ്പ സ്വാമി മട്ട എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. 1300.17 ഫീറ്റ് ഉയരത്തിലാണ് ഉള്ളത്. ഇവിടെ ബ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പറ്റില്ല അല്ലേ, വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു മലനിരകൾ കാണാം, ഏത് ബാബമുടി കിരീടം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലുള്ള താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കണം. ചിലപ്പം ഫോറസ്റ്റുകാരുടെ എന്തെങ്കിലും ആയിരിക്കും. അല്ലടാ, പോലീസ് എന്താ വെച്ചിട്ടുണ്ടല്ലോ, പോലീസ് അവരുടെ ഈ ഭാഗത്തും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറാൻ പാടില്ല, അങ്ങനെ അവരുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണുന്ന ആ വിറക് അട്ടിയാക്കിയിട്ടേക്കണേ, ഇത് ഇവിടെ ഇങ്ങോട്ട് എങ്ങനെ ചുമന്ന് കൊണ്ടുവന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ചെറിയ ഉത്സവമൊക്കെ നടക്കാറുണ്ട്. ആ സമയത്ത് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു ഈ വിറക് ഇവിടെ വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്, മൊത്തം കോടയാണ്. പെട്ടെന്നുള്ള കാറ്റിൽ അത് ചിലപ്പം ഞാൻ ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് ഞാൻ പറയാം, പെട്ടെന്നുള്ള കാറ്റിൽ തെളിഞ്ഞു വരും. ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോ ഓണാക്കി വെക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇതുള്ളൂ. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്നെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ കാണുന്ന ഇതിൽ കുനിഞ്ഞിരുന്നാണ് പറയുന്നത്. അതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ വരാൻ നേരത്ത് അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ മലമുകളിലോട്ട് കയറി വരാൻ നേരത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പീക്കാണെന്ന്. പക്ഷേ അതിന് ശേഷം ഞാൻ നോക്കിയപ്പം നെറ്റിലൊക്കെ ബ്രൗസ് ചെയ്തപ്പം 2ാമത്തേന്ന് വെച്ചാൽ മറ്റേ മീശപ്പുലി മലയല്ലേ, അതാണ്. 1ാമത്തേന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലുള്ള ആനമുടി. അങ്ങനെയാണ് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് എന്താ സംഭവം എനിക്ക് വ്യക്തതയില്ല. പക്ഷേ അവിടെ ബോർഡൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതാണ് 2ാമത്തെ ഞാനിപ്പോൾ പറയുന്നത് ഒരു ഇലക്ട്രിക് ലൈൻ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ് പോലെ. അപ്പം ഈ കാണുന്ന വഴി നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാല് കഴുകാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? എടാ, കാല് കഴുകാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്? ഇന്ന് ആ ഒരു പാർക്കിംഗ് സ്പേസിലൂടെ കുറച്ച് വണ്ടി മുന്നോട്ട് വന്ന് ഇവിടെ നിർത്തി. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തകർപ്പന എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ചിക്ക്മംഗ്ലൂരുടെ ആ ഭാഗം കാണാമായിരുന്നു. പക്ഷേ വീണ്ടും കുടങ്ങിപ്പോയി, അതാണ്. അപ്പം ഇവിടെ നമുക്ക് പോകാനുള്ള വഴി നമുക്ക് ഇവിടെ കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ വീണ്ടും മൂടിപ്പോയി. ഇവിടെ നമുക്ക് ഈ ഒരു മലനിരകൾ ഇങ്ങനെ കാണാം. ഇവിടെ നമുക്ക് ചിക്ക്മംഗ്ലൂരുടെ ആ ഒരു ടൗൺ ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാക്കിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അടിപൊളി ഫ്രെയിം. പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ, മഴയൊക്കെ ഉണ്ടോ? പാമ്പൊക്കെ ഉണ്ട്. അതന്നെ, ഞാൻ ഈ അണലി കടിച്ചാൽ എന്താ സിംറ്റംസ് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടോ, ചത്ത് അല്ല പെട്ടെന്ന് ബ്രൗസ് ചെയ്യുന്നിടത്ത് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, ചത്തു എന്നുള്ള ഇതിലായിരിക്കും. നമുക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നിടത്ത് കാണാൻ സാധിക്കും. ചുമ്മാ പറഞ്ഞോ, നോക്കിയിട്ടില്ല, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. നമുക്കിവിടെ ഏകദേശം ആ ഒരു ടൗൺ ഭാഗം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുതായിട്ട് ലേക്ക് പോലെ സംഭവമുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ്റെ ഭൂപടത്തിൻ്റെ കൂട്ടൊരു സ്ട്രക്ചറുള്ളത്. സൗത്ത് ഭാഗം, നോർത്ത് കാശ്മീർ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കോട ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് കോടമഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന അതിമനോഹരമായ സ്ഥലത്ത് നിന്നും നമ്മുടെ കുട്ടൻ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കാരണം ഇവനാണ് നമ്മളെ എല്ലാ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. ടയറൊക്കെ മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കയറ്റാണെങ്കിലും നമ്മളെ എളുപ്പത്തിൽ കയറി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ ഒരു ഭാഗം
പെട്ടെന്നൊന്നും തെളിഞ്ഞു വരും, പെട്ടെന്ന് വീണ്ടും പോകും. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ പോവാണ്. ലക്ഷറി അപ്പൂപ്പന്മാരൊക്കെ BMW കാർ എടുത്തൊക്കെ എടുത്ത് വരുന്നത്. ബാംഗ്ലൂരാ വണ്ടിയാണ്. അപ്പോൾ കയറിക്കിടാം. ഓ, വണ്ടി സ്റ്റാർട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഹെൽമെറ്റ് മുന്നിലുണ്ട്. ചതിച്ചാ സ്റ്റാർട്ടാവുന്നില്ലടാ. പെട്രോളുണ്ടല്ലോ. തണുപ്പിന്റെ പ്രശ്നമാടാ, തണുപ്പിന്റെ പ്രശ്നം. വേറെ ഒന്നുമില്ല കേട്ടോ, തണുപ്പിന്റെ പ്രശ്നമാണ്. അതാണ് കുറച്ച് ആക്സിലേഷൻ റൈസ് ചെയ്തപ്പം സ്റ്റാർട്ടായി വണ്ടി. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവാണ്. ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് എന്താ വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, വിഷ്വലാണ് ഉള്ളത്. കണ്ടില്ലേ? നിനക്കൊരു ബിരിയാണി മേടിച്ചായിരുന്നു വിചാരിച്ച്. അതിലൊരു ചിക്കൻ പീസ് കട്ട്. സിനിമാറ്റിക് എടുക്കണ്ട, ഇങ്ങനെ ഇതിലെടുത്ത് 60 ഫ്രെയിം സെക്കൻഡ് അല്ലേ, 60 അല്ലേ ഇതിലുള്ള. ഈ വണ്ടി വരുന്ന ഷോട്ട് ഇത് രണ്ടാമത് എടുത്താ കേട്ടോ. കാരണം ആദ്യം റെക്കോർഡായില്ലായിരുന്നു. നമ്മുടെ ബുദ്ധിജീവി നിനക്ക് ശരിക്കും പാമ്പ് കണ്ടപ്പെട്ട. അപ്പൊ എന്തൊക്കെ ലക്ഷണമുണ്ട് ഞാൻ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ തലകർക്കും പിന്നെ എന്താ പറയാ ഒരു മടുപ്പും അങ്ങനത്തെ പല സംഭവങ്ങൾ ഞാൻ നോക്കി. അപ്പം ഇവരോട് ചോദിച്ചു എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടെന്ന്. പക്ഷെ ഇതൊന്നുമില്ല, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഉറപ്പിക്കാം പിന്നെ എന്താ കടിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ഇതിന് പോയിട്ട് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ താഴോട്ട് പോവാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ വീഡിയോ വെക്കോട്ടെ. ഭക്ഷണം മേടിച്ച് തന്നെ. പിന്നെ ആദ്യത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല, ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോയിട്ട് വണ്ടി ഓടിച്ചോണ്ട് വന്നാ. അതുകൊണ്ട് 2 ചിക്കൻ പീസിൽ 1 ചിക്കൻ പീസ് കട്ട്. കാരണം അവിടെ മേലെ ഞാൻ വെറുതെ പോയിട്ട് വന്നില്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത നല്ല കിടലം വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോസ് നമുക്ക് കാണാം. ചിക്കമംഗളൂരിലെ സീരീസ് തീരുന്നില്ല, ഒരുപാട് സ്ഥലത്തിൽ പോകാനുണ്ട്. 3 മണി ആയതുകൊണ്ട് നമുക്ക് നോക്കാം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഒരുപാട് ഓക്കെ ഇനി പറഞ്ഞ നാട്ടുകാരെ തന്നെ